ഇ-മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ. ഡൗൺലോഡ് നൗ. ഏത് ലാംഗ്വേജ് അത്? എത്യോപ്യൻ ഭാഷ അറിയോ? എത്യോപ്യൻ ഭാഷയിലേക്ക് ഇതുവരെ എത്തി നോക്കിയിട്ടില്ല. എൻ്റെ കൊച്ചുമക്കളെ കാണാതെ എനിക്കിരിക്കാൻ സാധിക്കില്ല. സൂപ്പറായിട്ട് പാടി, പറയാതിരിക്കാൻ പറ്റുന്നില്ല. എത്ര ഭംഗിയായിട്ട് പാടി. അയ്യോ, എനിക്ക് നിറഞ്ഞു പോയി എൻ്റെ മനസ്സ്. കഴുത്തിലിട്ടൊരു പതക്കമൊന്ന് കൊളുത്തുവിട്ട് നിലത്തു പോയി. പാടുന്നേൻ പാണനാര്. ആഹാ, വടക്കൻ പാട്ട് അല്ലേ? അതെ. പാട്ടൊന്നു പാടുന്നേൻ പാണനാര്, പൈമ്പാല് പോലുള്ള നാടൻ പാട്ട് അല്ലേ? അങ്ങനെയല്ലേ? ആ, ഈ വൈഗൈ നദി കരയിന് അങ്ങനെ ഒരു പാട്ടില്ലേ? ഇത് ഒരു പാട്ട്, എനിക്ക് പഴയ തമിഴ് പാട്ട്. അതാണ് വൈഗയെ പറ്റിയുള്ള പാട്ടാണ്. വന്താൽ വരുവേ ഉന്നരികിൽ അല്ലേ? സംഗീതത്തിന്റെ കാര്യം പറയണം. സംഗീതം വന്നാൽ വരും നിന്റെ അരികിൽ. അപ്പൊ നന്നായിട്ട് ഈ പാട്ട് പാടണം കേട്ടോ. സിമ്പിൾ സോങ് ആണ്, പക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന പാട്ടാണ്. കാരണം എല്ലാ വടക്കം പാട്ടിന്റെയും സിനിമകളിൽ ഇത്തരം ഒരു പാണൻ പാടി നടക്കുന്നുണ്ടോ? പാണൻ പാടി നടന്നു എന്ന് പറയില്ലേ? എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അറിഞ്ഞ ഒരു കാര്യത്തിനെ പറ്റി പറയും. പരസ്യമായിട്ടുള്ള ഒരു കാര്യം, അത് പാണൻ പാടി നടന്ന കാര്യമല്ലേ എന്ന് പറയും അല്ലേ? അപ്പൊ അങ്ങനെയാണ് പാണൻ എല്ലാ നാട്ടിലൂടെയും ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പാടി നടക്കും. പണ്ട് 2 കുടുംബങ്ങളുണ്ടായിരുന്നു പാട്ടുകളുടെ കഥ പറയുമ്പോൾ. അതൊന്ന് പുത്തൂരം വീട് എന്ന് പറഞ്ഞ, അത് കേട്ടിട്ടുണ്ടോ? പുത്തൂരം വീട്ടിൽ പിറന്നോരെല്ലാം പൂപോലഴകുള്ളവരായിരുന്നു. അങ്ങനെ ആണുങ്ങളായിരുന്ന എല്ലാവരും അംഗം ജയിച്ച് വന്ന ആൾക്കാരാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ 2 ഫാമിലീസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് തച്ചോളി മാണിക്യോത്ത് എന്ന് പറഞ്ഞൊരു ഫാമിലി ഉണ്ട്, പിന്നെ പുത്തൂരം വീട് എന്ന് പറഞ്ഞ ഫാമിലി ഉണ്ട്. ഇത് ഈ 2 ഫാമിലീസിന്റെ കഥകളാണ്. അവിടെ അവർ അംഗം വിട്ടിയതും ജയിച്ചതുമായിട്ടുള്ള കഥകളാണ്. ഉണ്ണിയാർച്ചയുടെ കഥ കേട്ടില്ലേ? തച്ചോളി ഉദയനന്റെ കഥ കേട്ടിട്ടില്ലേ? അപ്പൊ അതിൽ നിന്നൊക്കെ വന്നിരിക്കുകയാണ് ഈ പാണന്റെ പാട്ടെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഫീൽഡ് നന്നായിട്ട് പാടാൻ പറ്റട്ടെ, പാടിയേ പറ്റൂ, അല്ലെങ്കിൽ ഇടി കൊള്ളും കേട്ടോ. ഓക്കെ, ശരി, പാടിക്കാം. ഓൾ ദ ബെസ്റ്റ് വൈഗ കുട്ടി. ും
എന്റെ നർഗീസ് ആ, എത്ര ഭംഗിയായിട്ട് പാടി. അയ്യോ എനിക്ക് നിറഞ്ഞു പോയി എൻ്റെ മനസ്സ് കേട്ടോ. എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ആ ഹെഡ് വോയിസും പിന്നെ താഴെ പാടുന്ന വോയിസും. ഇവിടെ വളരെ ലൗഡായിട്ട് പാടും, അവിടെ പോകുമ്പം കുറച്ച് വളരെ സോഫ്റ്റ് ആവും. അതൊക്കെ മാറി നല്ലൊരു ഇൻറ്റഗ്രേഷൻ ഉണ്ടായിരുന്നു പാട്ടിൽ. താഴത്തെ വോയിസും മുകളിൽ പോകുന്ന ആ വോയിസും എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഞാൻ കാണുന്നു. ദാസേട്ടൻ പാടിയ പാട്ടല്ലേ, അതെ. പക്ഷെ എനിക്ക് ലീലാമ്മ ഈ പാട്ട് പാടിയാൽ എങ്ങനെയായിരിക്കും അങ്ങനെയാണ് എനിക്ക് തോന്നി. എസ്പെഷ്യലി ചരണത്തിൽ ആ ഉണ്ണി ആർച്ച ആ ഒരു സംഗതിയൊക്കെ അത് പാടിയല്ലേ. ഒരു പ്രാവശ്യം കൂടി എനിക്ക് കേൾക്കാം. വെള്ളത്തിൽ മുങ്ങും സുരാസുവിനെ നീരോടെ രക്ഷിച്ച ധീരനല്ലോ. ആദ്യത്തെ അനുപല്ലവില് പടവാലാൽ അവിടെ പറ്റി തെളിഞ്ഞോരോ ചേകവന്മാരെല്ലാം പടവാളാൽ ചോരപ്പുഴയൊഴുക്കി. ആഹാ നനമുണ്ട് കൊണ്ടല്ലോ ഉണ്ണിയാർച്ച ചതിയേറെ ഒറ്റയ്ക്ക് ആഹാ. താഴെ വീഴ്ത്തി. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അത് നർഗീസിന്റെ സ്റ്റാമ്പ് ആദ്യം തൊട്ട് എങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ ഒരു സംഗതി പാടും. എനിക്കൊരു വളരെ ഒരു ആന്റിക് ഫീൽ ഉണ്ടാവും അത് പാടുമ്പം. അത് നർഗീസിന്റെ ഒരു USP എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ ഒരു സ്റ്റൈൽ. പക്ഷെ ഈ സ്ഥലം മുകളിൽ പാടിയ സ്റ്റൈൽ ഇത് തന്നെ നമുക്ക് ചരണത്തിൽ വരുന്നുണ്ടല്ലേ, അങ്ങനെ തന്നെ ലൈൻസ്. പക്ഷെ ചരണത്തിൽ പാടിയപ്പോൾ ഈ ഒരു കോൺഫിഡൻസിന്റെ ഒരു പോരായ്മ എനിക്ക് തോന്നി. ഈ ലൈൻസ് തന്നെ വീണ്ടും ചരണത്തിൽ എനിക്ക് പാടി കേൾപ്പിക്കാമോ? കളരി മുറകൾ പഠിക്കും കാലം. കുറച്ചുകൂടി അത് കോൺഫിഡന്റ് ആയിട്ട് വരാൻ പറ്റും. കളരി മുറകൾ പഠിക്കും കാലം. കളിയാടി തണ്ണീരിൽ നീന്തും നേരം. ബെറ്റർ. വെള്ളത്തിൽ മുങ്ങും സുരാസുവിനെ വീരോടെ രക്ഷിച്ച ധീരനല്ലോ. ആഹാ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ മോളെ. ഐ എം സോ ഹാപ്പി ടു ഹിയർ യു സിംഗ് ലൈക്ക് ദിസ്. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു മാം. ഈ ലോകത്ത് നിഷ്കളങ്കത, ഇന്നസെൻസ് അത് എവിടെയാണ് എന്ന് ഞാനിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ പറയാൻ പറ്റും, അത് എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട്. വൈഗക്കുട്ടി മാത്രമല്ല, വൈഗക്കുട്ടി പാടിയ പാട്ടിൽ മൊത്തം ഇന്നസെൻസ് ആയിരുന്നു. പറഞ്ഞാൽ വളരെ നിഷ്കളങ്കമായിട്ടാണ് പാടുന്നത്. എന്ത് രസമാണ് അത് കേൾക്കാനായിട്ട്. ചിലപ്പോൾ ഞാൻ പാട്ട് കേൾക്കുമ്പോൾ കണ്ണടച്ച് പാട്ട് കേൾക്കാൻ തോന്നും. പക്ഷെ വൈഗക്കുട്ടി പാടുമ്പോഴത്തേക്ക് ഇങ്ങനെ കണ്ണ് തുറന്നു തന്നെ ആ നിഷ്കളങ്കത ഇങ്ങനെ അനുഭവിച്ച് ഇങ്ങനെ കേൾക്കാനായിട്ട് തോന്നി കേട്ടോ. അത് നന്നായിരുന്നു. താങ്ക് യു സർ. ഇതിൽ ആരെ പറ്റിയാണ് പറയുന്നത് ഈ പാട്ടില്? പണ്ടത്തെ ഞാൻ നേരത്തെ പറഞ്ഞ കഥകളിൽ ഈ പാട്ടിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതിന്റെ നായകന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ആ ഹീറോയിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആരാണ്? പാലാട്ട് കുഞ്ഞിക്കണ്ണൻ. പാലാട്ട് കുഞ്ഞിക്കണ്ണൻ. ആരാണ്? പാലാട്ട് കുഞ്ഞിക്കണ്ണൻ. അത് കരളുറപ്പുള്ള പടക്കുറപ്പ് എന്ന് പറയുന്നത് അല്ലേ? അത് പാലാട്ട് കുഞ്ഞിക്കണ്ണനെ പറ്റി യൂസഫ് അലി സാർ എഴുതിയിരിക്കുകയാണ്. ഇത് മ്യൂസിക് ചെയ്താരാണ്? ദേവരാജ മാസ്റ്റർ. അതാണ്. ഒരുപാട് ചേഞ്ച് ഓവേഴ്സ് വരുന്നുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പാണൻ സംഗീതമൊന്നും പഠിച്ചിട്ടില്ല. സരിഗമ പദനിസ, ഇന്ന ഗാന്ധാരം, ഇന്ന നിഷാദം, ഇന്ന ദൈവതമൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ പാണൻ അയാളുടെ ഹൃദയത്തിൽ അയാളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പാട്ടാണ് പാടുന്നത്. എനിക്ക് തോന്നിയത് നന്നായിട്ട് പാടി, വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. കുറച്ചും കൂടെ കാഷ്വൽ ആയിട്ട് പാടിയാൽ നന്നായിരിക്കും. എന്നൊക്കെ ആ നോട്ട്സ് ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രശ്നം. പാട്ടൊന്നു പാടുന്നേൻ പാണനാര്, പൈമ്പാല് പോലുള്ള നാടൻ പാട്ട്. ഇങ്ങനെ കാഷ്വൽ പറഞ്ഞു മനസ്സിലായില്ലേ? ഇങ്ങനെ പാടി പാടി പല സ്ഥലങ്ങളിലൂടെ നടന്ന് പല ആൾക്കാർക്കും ഇങ്ങനെ കഥ പറഞ്ഞു കൊടുത്ത്, നമ്മൾ കഥയൊക്കെ പറയില്ലേ, അന്ന് അങ്ങനെ ഒരു രാജാവ് ഉണ്ടായിരുന്നു, ആ രാജാവിന് ഒരു രാജ്ഞി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഒരു കഥ പറച്ചിൽ കൂടെ ആവണം ഈ പാട്ട്. പറഞ്ഞു മനസ്സിലായോ? അതുപോലെ അത് നന്നായിരുന്നു കേട്ടോ, വളരെ നന്നായിട്ട്. ആ ചോരപ്പുഴ എന്ന് പാടിയത് വളരെ നന്നായിരുന്നു കേട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അനു നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ ചരണത്തിൽ വന്നപ്പോൾ അവിടെ വോയിസിൽ ഒരു ചെറിയ ട്രിക്ക് ചെയ്തു അല്ലേ? അവിടെ മാത്രമാണ് ഇന്നസെൻസ് എനിക്ക് കാണാൻ പറ്റാത്തത്. ഞാനത് പിടിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് ചെറിയൊരു ഫോൾസ്, ആ ഹെഡ് വോയിസിന്റെ മേളിലോട്ട്, ഫോൾസ് എന്ന് പറയാൻ പറ്റില്ല, ഹെഡ് വോയിസിന്റെ മേളിലൊരു ഏരിയയിലാണ് അവിടെ പോയത്. അതുകൊണ്ട് തുറന്നു പാടാൻ പറ്റിയില്ല. ശരിയല്ലേ? നമ്മൾ കൺസിസ്റ്റന്റ് ആയിരിക്കണമല്ലോ.
നമ്മൾ എങ്ങനെയാണോ ആദ്യത്തെ ചരണം പാടിയത് അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് അവിടെ എത്താൻ പറ്റണം കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വൈഗക്കുട്ടി ശ്രദ്ധിക്കേണ്ടത്. ഈ ഇന്നസെൻസ് ഒരിക്കലും നഷ്ടപ്പെടാതെ, നമ്മൾ വളരും തോറും നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഇന്നസെൻസ്. നമ്മൾ വളരെ ജഡ്ജ്മെന്റിലാകും, ബാക്കിയുള്ള കുറച്ച് അഭിപ്രായങ്ങൾ വരും. അതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഇന്നസെൻസ് തന്നെ വൈഗക്കുട്ടിക്ക് കൈമുതലായിട്ടിരിക്കട്ടെ എന്ന് അങ്കിൾ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, നന്നായിരിക്കട്ടെ. വൈഗമോൾ, ഓ അങ്കിളിന് കേട്ടപ്പം ഫസ്റ്റ് ഇതില് അങ്കിളിനെ ഇംപ്രസ് ചെയ്തൊരു കാര്യം, മോളുടെ പാട്ടിൽ മോള് ലിറിക്ക് പാടുന്നതിന്റെ ക്ലാരിറ്റി. ഇതുപോലത്തെ പാട്ടിൽ ആക്ച്വലി ഒരു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്. ആ സ്റ്റോറി ടെല്ലിംഗ് ശരിക്കും നമുക്കതൊരു എന്താ പറയണ്ട, ഒരു നെറേറ്റീവായിട്ട് തോന്നും. മോള് പാടുന്ന സമയത്ത് അക്ഷരസ്ഫുടത എല്ലാം വളരെ കറക്റ്റായിട്ട് നമുക്ക് ശരിക്കും ആ കഥ കേട്ട് പോകാനുള്ളൊരു ഫോക്കസ് മോളുടെ നറേഷനിലുണ്ട്. അതാണ് ഒരു സിംഗറിന് ഏറ്റവും കൂടുതൽ വേണ്ടുന്നൊരു സംഭവം. അതിന് ഫസ്റ്റ് വലിയൊരു കൈയടി ഞാൻ മോക്ക് തരുന്നു. താങ്ക് യു സർ. അപ്പൊ എന്താന്ന് വെച്ചാൽ മോള് പാടുന്ന സമയത്ത് പാട്ടിൽ ഒരാൾ ഇൻട്രസ്റ്റഡ് ആവും. നാട്ടിൽ കൂടെ ജനിച്ചു വളർന്നൊരു കുട്ടിയല്ല, ഷാർജയിൽ നിന്നും കേരളത്തിലേക്ക് വന്ന് ഇത്രയും അക്ഷരസ്ഫുടതയിൽ ഇത് പാടുന്നത് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും വളരെ സർപ്രൈസ്ഡും ആണ്, ഇംപ്രസ്ഡും ആണ് മോളുടെ പാട്ടിൽ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇതിന് തൊട്ട് മുമ്പേ മോള് വന്നപ്പോൾ മോൾക്കുണ്ടായ ഒരു പ്രശ്നം പറഞ്ഞു. അത് തൊട്ടടുത്ത റൗണ്ടിൽ വാവുക്കുട്ടി കറക്റ്റ് ചെയ്ത് സൂപ്പറായിട്ട് പിച്ചെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വെച്ച് പാടി. അങ്കിളിന് കേട്ടതെല്ലാം തന്നെ ഇഷ്ടപ്പെട്ടു. ഈ പാട്ടിന് മോള് കൊടുത്തിരിക്കുന്ന ടച്ചസും എല്ലാം ഇഷ്ടപ്പെട്ടു. MJ അങ്കിൾ പറഞ്ഞല്ലോ, പാടുന്ന സമയത്ത് വളരെ ക്ലാസിക്കലായിട്ട് തോന്നരുത്. കാരണം പാട്ട് എന്ന് പറയുമ്പോൾ സാധാരണ വളരെ ഈസി ആയിട്ട് നറേഷനാണ് കൂടുതലും. അവിടെ ഒരു ക്ലാസിക്കൽ എക്സ്പെർട്ടീസ് കാണിച്ചു കഴിഞ്ഞാൽ ആ പാട്ടിന്റെ ജോണർ ചിലപ്പോൾ ക്ലാസിക്കലിലേക്ക് ടിൽറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? ഒരു ചായ്വ് വരും. ഇതൊരു ക്ലാസിക്കൽ പാട്ടാണോ അങ്ങനെ വരുമ്പോൾ വെറുതെ ഒന്ന് തൊടിയിച്ചു പോയി കഴിഞ്ഞാൽ ആ ഒരു ഫീല് കിട്ടും. അപ്പൊ ജോണറിന് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് പാടാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് വെരി മച്ച് ഇംപ്രസീവ്, വെരി ഗുഡ്. താങ്ക് യു സർ. വൈഗക്കുട്ടി, യെസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. ചില ഭാഗങ്ങളൊക്കെ കേൾക്കാൻ വളരെ നല്ല സുഖമുണ്ടായിരുന്നു അതെ. താങ്ക് കേട്ടോ. യു. പണ്ട് നേരത്തെ വന്നതിനേക്കാളും വോയിസിന്റെ ആ ഒരു ക്വാളിറ്റി അത് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഹെഡ് വോയിസിലേക്ക് സ്വിച്ച് ചെയ്യുന്ന ആ ഒരു കഴിവുണ്ടല്ലോ, അത് പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യണം ഞാൻ. താങ്ക് യു. കാരണം അത് പഠിച്ചെടുത്തല്ലോ. അത് മനസ്സിലാക്കി അത് ഫോളോ ചെയ്ത് അത് ഇപ്പൊ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. ഇവിടെ പാടുകയാണ് മോളങ്ങനെ കറക്റ്റായിട്ട്. ഇതുപോലെ തന്നെ രാജസാറ് മൈക്കിൾ മദൻ കാമരാജ് എന്ന സിനിമയിലെ ഒരു പാട്ട് ഇതുപോലെ, അത് പക്ഷെ ഇങ്ങനത്തെ പാട്ടല്ല. മൈക്കിൾ മദൻ കാമരാജ് എന്ന പേരുള്ള 4 ഒരേപോലത്തെ കുട്ടികൾ, അതായത് 4 പേര് ഒരുമിച്ച് ജനിക്കും, അവരുടെ കഥ പറയുന്നതാണ്. അതിലും ഈ ഒരു സ്റ്റൈലിലാണ് രാജസാർ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. കഥകേള് കഥകേള് നജമാന കഥകേള് സുവയോട് സുഖமாக ഉരുവാന കഥകേള് മൈക്കിൾ മദന കാമരാജൻ കഥയെ നല്ല കേള് അച്ചടിച്ച് വച്ചതുപോൽ 4 പേരെ പാര്. ഇങ്ങനെ സ്റ്റൈലില് ഒരു പാട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇതൊക്കെ അങ്ങനത്തെ രീതിയിൽ വരുന്നതാണ്. ഇതൊക്കെ ഒരു പാട്ട് പഠിച്ച, അല്ലെങ്കിൽ പാട്ട് കുട്ടിക്കാലം മുതൽ പഠിച്ച ഒരാൾ പാടുന്ന രീതിയിലല്ല പാടേണ്ടത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് മോൾക്ക്. ഓക്കെ മോളെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ നമ്മുടെ വൈഗൈ നദിക്ക് ഇന്ന് കൊടുക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 9 on 10. താങ്ക് യു സർ. ഞാനും അത് ചേട്ടനും ഒരുമിച്ച് തരുന്ന മാർക്ക് 8.75. താങ്ക് യു മാം. യു വെൽക്കം. വൈഗമോൾ, ഓ വൈഗമോൾക്ക് ദീപക് അങ്കിൾ തരുന്നു 9 out of 10. താങ്ക് യു സർ. അപ്പോൾ വൈഗമോൾക്ക് ഇന്ന് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 26.75 out of 30. താങ്ക് യു സർ. അപ്പൊ 26.75 കിട്ടിയ വൈഗക്കുട്ടിക്ക് ഇന്ന് ജഡ്ജസ് പാനൽ തരുന്നു 8.1. താങ്ക് യു സർ. ഓരപ്പണ്ടോ അട്ടിപ്പൂക്കുട്ടി. Congratulations, you are awarded a triple. Wow, 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 wow. താങ്ക് യു സർ. താങ്ക് യു. ബൈ. നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ സംഗീത പ്രേമികൾക്കും ടോപ്പ് സിംഗറിലേക്ക് സ്വാഗതം. ഒരുപാട് പേര് വിചാരിച്ച് ഞാൻ വിട്ടിട്ട് പോയെന്ന്. ഒരിക്കലും പോവില്ല. കാരണം എൻ്റെ കൊച്ചുമക്കളെ കാണാതെ എനിക്കിരിക്കാൻ സാധിക്കില്ല. ഈ ഷോ എല്ലാം ഞാൻ വീട്ടിലിരുന്ന് കാണുന്നുണ്ട്. വീട്ടിലല്ല, പല സ്ഥലങ്ങളിലും ഇരുന്ന് മൊബൈലിലും TV-യിലും ഒക്കെ ആയിട്ട് കണ്ടു. ഗംഭീരമായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടൻ വീണ്ടും തിരിച്ചു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്.
പിന്നെ ദീപു, പിന്നെ എന്തു പറയാൻ, നമ്മുടെ കൊച്ചു മണിക്കുട്ടൻ, എൻ്റെ സ്വന്തം മധു. അപ്പൊ അവരൊക്കെ സജീവമായിട്ട് നിന്നുകൊണ്ട് എനിക്കൊരു ചെറിയ ലീവ്. എന്തായാലും ഇന്ന് ഒരു സുപ്രധാന ദിവസമാണ്. കാരണം എൻ്റെ ജ്യേഷ്ഠൻ MG രാധാകൃഷ്ണൻ, ദി ലെജൻഡ് എന്ന് ഞാൻ പറയും. ഒരുപക്ഷെ അതിൻ്റെ മേളിൽ ഒരു വാക്കുണ്ടെങ്കിൽ അതും ഞാൻ തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് എൻ്റെ ചേട്ടനെ പറ്റി ഞാൻ വിശേഷിപ്പിക്കേണ്ട ഒരു വാക്ക്? അദ്ദേഹത്തിൻ്റെ 81ാം ജന്മദിനമാണ്. ഈ സുദിനത്തിൽ ഞാനിവിടെ വന്നില്ലെങ്കിൽ അതിനൊരർത്ഥമില്ല എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഈ ദിവസം തന്നെ തുടക്കം കുറിച്ച് വീണ്ടും അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഒരു ദിവസം പോലും ഞാൻ എൻ്റെ ചേട്ടനെ ഓർക്കാത്ത ദിവസങ്ങളിൽ. കാരണം അത്രത്തോളം എൻ്റെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വ്യക്തിയാണ്. എന്തായാലും ഒരേ രക്തമല്ലേ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ ചേട്ടനല്ലേ. എൻ്റെ ചേട്ടൻ എന്നും എൻ്റെ ചേട്ടൻ തന്നെയാണ്. എൻ്റെ ചേട്ടൻ്റെ ചേഷ്ടകളെന്നും എൻ്റെയിൽ കാണും, നിങ്ങളുടെ ആരുടെയിലും കാണും. എനിക്ക് മാത്രം അവകാശപ്പെട്ടാണ് ആ ചേഷ്ടകളും ആ കീർത്തന ആലാപനങ്ങളും. ഇപ്പം തന്നെ ഞാൻ പാടാൻ പോണ സൂര്യകിരീടത്തിലൊരു സംഗതിയുണ്ട്. ആ ഒരു സംഗതി തന്നെ ഒരു സ്പെഷ്യൽ സംഗതിയാണ്, MGR സംഗതി. പക്ഷെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ ജന്മദിനം എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. എനിക്ക് മാത്രമല്ല, എൻ്റെ കുടുംബത്തിലെ എല്ലാവർക്കും. എൻ്റെ ചേച്ചി ഓമനക്കുട്ടി, ഇന്ന് പത്നി ചേച്ചി ജീവിച്ചിരിപ്പില്ല, അതുപോലെ എൻ്റെ ഭാര്യ ലേഖ, അതുപോലെ എല്ലാവർക്കും, MR രാജകൃഷ്ണൻ, കാർത്തിക, ഇവർക്കെല്ലാം ഓർമ്മകളാണ്, ഒരുപാട് ഓർമ്മകളാണ്. കാരണം വീട്ടിൽ ചേട്ടൻ്റെ ജന്മദിനം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കാർക്കും സ്ഥാനമില്ല. പക്ഷേ ചേട്ടൻ്റെ കൂട്ടുകാർ എന്ന് പറയുന്നതും അതുപോലെ തന്നെ സിനിമയിലുള്ള ആൾക്കാരും ആർക്കും ചേട്ടനെ മറക്കാൻ പറ്റില്ല. ആ മേടയിൽ വീടും അവിടുത്തെ ഭക്ഷണവും മറക്കാൻ ഒരിക്കലും നിങ്ങൾക്കാർക്കും സാധിക്കത്തില്ല. ഒത്തിരി ഒത്തിരി ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഒത്തിരി പാട്ട് പാടിയിട്ടുണ്ട്. ഒരുപക്ഷെ ചേട്ടൻ്റെ ലളിതഗാനങ്ങൾ അതിനെ കവച്ചു വയ്ക്കാൻ ഇന്ന് ഒരു പാട്ട് പോലും വന്നിട്ടില്ല എന്നുള്ളത് പച്ച പരമാർത്ഥം മാത്രം. എന്തായാലും ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ എൻ്റെ സ്വന്തം സുഹൃത്ത് ഗിരീഷും രണ്ടുപേരും കൂടെ ചേർന്ന് എഴുതി എൻ്റെ ജീവിതത്തിൽ ഒരു നാഴികക്കല്ലായിട്ട് മാറിയ ആ ഗാനം സൂര്യകിരീടം വീണുടഞ്ഞു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഒരിക്കലും വീണുടഞ്ഞിട്ടില്ല, ഇപ്പോഴും മുത്തുകളായിട്ട് തന്നെ നിൽക്കുക. അത് മതിയല്ലോ, കൂടുതൽ എന്തിനാണ്? 2 വരി അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ച് എന്നെ ഞാനാക്കി മാറ്റിയ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തുള്ള MG രാധാകൃഷ്ണൻ, എൻ്റെ ചേട്ടന് ഞാൻ ആ 2 വരി സമർപ്പിക്കും. തദരി നന്ന തദരി നന്ന തദരി നീ സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടുന്നു നീറും സൂര്യകിരീടം വീണുടഞ്ഞു രാവിൽ തിരുവരങ്ങിൽ. ശ്രീകുട്ടൻ ചേട്ടാ, പറയൂ. കവളത്തൊരു മറുകും ഒരു താടിയും ഉണ്ടെങ്കിൽ രാധാകൃഷ്ണ ചേട്ടനെ പോലെ തന്നെ ഇരിക്കും തോന്നുന്നു. അപ്പൊ പ്രത്യേകിച്ച് ഇന്ന് ആ ജുബയും മുണ്ടുകൊടുത്തിട്ട് വന്നപ്പോ അതെ, അങ്ങനെ തോന്നുകയാണ്. താങ്ക് യു. കാരണം വേണമെന്നുണ്ടെങ്കിൽ ഒരു മറുക് വയ്ക്കാം, പക്ഷെ താടി രക്ഷയില്ല. ഒരു സ്പെഷ്യൽ താടിയാ ചേട്ടൻ്റെ. അതെ 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 അതെ. മാത്രമല്ല ചേട്ടൻ എന്നും അമ്പലത്തിൽ പോവും, ചന്ദനക്കുറി ചന്ദനക്കുറിയൊക്കെ ഇട്ട് ഒരു ഐശ്വര്യമാണ് അദ്ദേഹത്തിനെ കാണാൻ. അതെ അതെ. അതുപോലെ തന്നെ പാട്ടും. കുട്ടന് ഒരുപാട് ഓർമ്മകൾ കാണുമല്ലോ. ഒരുപാട് ഓർമ്മകളുണ്ട്. അനശ്വരനായിട്ടുള്ള സംഗീതജ്ഞൻ രാധാകൃഷ്ണൻ ചേട്ടന്
അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി നമസ്കരിക്കുന്നു. ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നെ. പല പാട്ടുകളും എൻ്റെ പാട്ടുകൾ അദ്ദേഹം എന്നെ വിളിച്ചു പറയും, ഈ പാട്ട് വളരെ നന്നായിരിക്കുന്നു മോനെ, ഇതുപോലത്തെ ഒരു പാട്ട് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പല പാട്ടുകളെ കുറിച്ച്. അതുപോലെ അദ്ദേഹത്തിന്റെ സംഗീതത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാറുണ്ട്. രാധാകൃഷ്ണൻ ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ പപ്പി ചേച്ചിയും ഓർക്കണം. പപ്പി ചേച്ചി ഇല്ലാതെ രാധാകൃഷ്ണൻ ചേട്ടനില്ല, രാധാകൃഷ്ണൻ ചേട്ടനില്ലാതെ പപ്പി ചേച്ചി ഇല്ല. അതുപോലെ ജീവിച്ചു വരിപ്പില്ല. അപ്പോൾ പപ്പി ചേച്ചി ടോപ്പ് സിംഗറിന്റെ ഏറ്റവും വലിയ ആരാധകരിൽ ഒരാളായിരുന്നു. മിക്ക ദിവസങ്ങളിലും ആ സമയങ്ങളിലൊക്കെ എന്നെ വിളിച്ചിട്ട് ഓരോ കുഞ്ഞും പാടുന്നതിനെ പറ്റി പറയാറുണ്ടായിരുന്നു. രാധാകൃഷ്ണൻ ചേട്ടൻ്റെ പാട്ട് വരുമ്പോൾ പപ്പി ചേച്ചിക്ക് വളരെയധികം സന്തോഷമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ആ രണ്ടുപേരെയും ഈ സമയത്ത് ഒരിക്കൽ കൂടി ഓർക്കുന്നു. സൂര്യകിരീടം എന്നുള്ള പാട്ട് എപ്പോഴും അദ്ദേഹത്തിൻ്റെ കിരീടത്തിലെ ഒരു വലിയൊരു സെമന്തകമായിട്ട് തന്നെ നിൽക്കുന്നു. അതില് ചേട്ടനാണ് അതിന് ശബ്ദം കൊടുത്തത് എന്നുള്ളത് ചേട്ടൻ്റെ വഴികളിൽ ഏറ്റവും വലിയൊരു നിയോഗവും ചേട്ടനും അതൊരു മുദ്ര പതിപ്പിച്ച ഒരു രത്നകിരീടം തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഇതൊരു മ്യൂസിക്കൽ ഷോ ആയതുകൊണ്ട് ഞാൻ എടുത്തു പറയാണ്. അതിനകത്ത് ഞാൻ പാടിക്കൊണ്ടിരുന്നപ്പോഴേ, ഇത് പ്രസാദ് 70mm റെക്കോർഡിങ്. ഇത് പാടി ഒരു ടേക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ അങ്ങനെ ചെറിയൊരു ഇതുണ്ട്. കാരണം ചേട്ടന് പെട്ടെന്നൊരു ഐഡിയാസ് ഒക്കെ വരും. അപ്പൊ ചേട്ടൻ പെട്ടെന്ന് വന്ന് പറഞ്ഞു, എടാ നീ വന്നേ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വഴക്ക് പറയാനായിരിക്കും. എടാ സൂര്യകിരീടം പാടുമ്പോഴത്തേക്ക് ഇനി അടുത്ത ടേക്കിൽ പാടുമ്പം സൂര്യകിരീടം വീണുടഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് സംഗതിയായിട്ട് പാടാം. കുട്ടനും മനസ്സിലായല്ലോ? വീണുടഞ്ഞു. അങ്ങനെ പാടിയാൽ അതിന്റെ ഭംഗിയില്ല. അതാണ് MG രാധാകൃഷ്ണന്റെ ഒരു സ്റ്റൈൽ. വീണുടഞ്ഞു എന്നാ താളത്തിൽ വരികയെന്ന് പ്രയാസമാണ്. അവിടെ ഞങ്ങൾ തമ്മിൽ വഴക്കായി, അത് വേറെ കാര്യം. പക്ഷേ സകല ദൈവങ്ങളെ വിചാരിച്ച് ഭഗവാനെ വരണേ എന്ന് വിചാരിച്ച് പാടി വന്നു. അതുപോലെ ഒരുപാട് സംഗതികളുണ്ട്. ഘനശ്യാമസന്ധ്യ ഹൃദയം എടുത്താലും ഓടക്കുഴൽ വിളി എടുത്താലും അതൊക്കെ ഇപ്പോഴും അനശ്വരങ്ങളായ പാട്ടുകൾ. രാജീവനയനന്റെ വാർത്തകൾ കേട്ടെന്റെ രാധേ ഉറക്കമായോ. രാജീവനയനന്റെ വാർത്തകൾ കേട്ടെന്റെ രാധേ ഉറക്കമായോ. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെന്റെ രാധേയുറക്കമായോ. രാജീവനയനന്റെ വാർത്തകൾ കേട്ടെന്റെ രാധേ ഉറക്കമായോ. ശരിക്കും പറഞ്ഞാൽ ഭാവമാണ് അദ്ദേഹത്തിന്റെ സംഗീതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ടെക്നിക്സ് അല്ല, ടെക്നിക്സിന് അപ്പുറമായിട്ട് ഭാവമാണ്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ആൾ ഇന്ത്യ റേഡിയോയിൽ റെക്കോർഡ് ചെയ്യുമ്പം KS ഗോപാലകൃഷ്ണൻ സാർ ഫ്ലൂട്ട് അറിയാമല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ബിറ്റ് ചേട്ടൻ പെട്ടെന്ന് അപ്പൊ മുറുക്കാനൊക്കെ ചേട്ടന് മാത്രമേ ഉള്ളൂ അവകാശം, റേഡിയോ സ്റ്റേഷൻ അകത്ത് മുറുക്കാൻ. ചേട്ടൻ പറയാ, ഓ ഇഷ്ട നീ ഒരു കാര്യം, നീ ആ സംഗതി ഇതൊന്ന് വായിച്ച് ഇതെനിക്ക് അന്ന് പറഞ്ഞ ഇപ്പോഴും എന്റെ മനസ്സിൽ കിടക്കുകയാണ്. അത്ര പവർഫുൾ ആണ് അദ്ദേഹത്തിന്റെ സംഗീതം. മാത്രമല്ല ചേട്ടാ, അദ്ദേഹത്തിന്റെ കച്ചേരികൾ, ചേട്ടന് ഒരുപാട് കച്ചേരികൾ 14 വർഷം കൂടി ഇരുന്നുകൊണ്ടാണ് എന്നാ ഇവിടെ ഇനി ഒരു എന്താണ് സരിഗമപ്പ പാടാൻ സാധിക്കുന്നത്. എനിക്ക് പല രാത്രികളിലും കേൾക്കാനായിട്ട് ദുജാവന്തിയും അതുപോലെ ഹമീർ കല്യാണി അദ്ദേഹം പാടിക്കുന്ന ഒരു ശ്ലോകം എൻ്റെ അടുത്തുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേൾക്കാറുണ്ട്. അത് ഇതുപോലെയൊക്കെ ആർക്കെങ്കിലും പാടാൻ പറ്റുമോ നമ്മൾ അത്ഭുതപ്പെട്ടു. ആ രീതിയിലാണ് ഈ രാഗങ്ങളൊക്കെ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു, അദ്ദേഹത്തെ പ്രണയിച്ചിരുന്നു, അദ്ദേഹവും അങ്ങനെ തന്നെ പ്രണയിച്ചു. സത്യമാണ്, ഞാൻ ഒരുപാട് കച്ചേരിക്ക് പോയിട്ടുണ്ട്. ഒരു ദിവസം പോലും എൻ്റെ ചേട്ടൻ പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ അതേപോലെ എൻ്റെ ചേച്ചി ഓമനക്കുട്ടി ചേച്ചി ഡെയിലി പ്രാക്ടീസാണ്. നന്നായിട്ട് പാടും രണ്ടുപേരും. പക്ഷേ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, എന്നെക്കാട്ടിൽ വളരെ വളരെ എന്താണ് സീനിയർ ആർട്ടിസ്റ്റാണ്. പക്ഷേ ചേട്ടൻ കച്ചേരിക്ക് പോയിരുന്ന് പാടുന്ന കേട്ട ഇപ്പൊ കുട്ടൻ പറഞ്ഞ പോലെ ഇതെങ്ങനെ പാടുന്നു. ദുജാവന്തി ആയാലും ഏത് കീർത്തനമായാലും. ബാലമുരളി സാറിനോട് ഒരു ഇന്റർവ്യൂവർ ചോദിച്ചു, സാറിനെ പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ കാണാറില്ല, ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ അദ്ദേഹത്തിന്റെ ശിഷ്യൻ കൂടിയാണ്, അപ്പോൾ എങ്ങനെയാണ് അങ്ങ് ഇങ്ങനെ പാടുന്നത്? സ്റ്റേജിലാകുമ്പോൾ വേറൊരാളാണല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഐ പ്രാക്ടീസ് ഓൺ സ്റ്റേജ് എന്ന്. അതുപോലെ സ്റ്റേജിൽ നിരവധി പ്രാക്ടീസുകൾ നടത്തിയ ആളാണ് രാധാകൃഷ്ണൻ. എത്രയോ 14 വർഷം പുറയിൽ നിന്ന് തമ്പുരു വെട്ടിയാണ്. അപ്പൊ ഞാൻ ഓരോ സംഗതികൾ പാടുമ്പം ഇന്നിപ്പം കൊട്ടാരക്കരയാണ് പ്രോഗ്രാമെങ്കിൽ നാളെ
വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പം ഇന്ന് പാടുന്ന ഇപ്പൊ ഒരു കീർത്തനം അല്ലെന്നുണ്ടെങ്കിൽ ഒരു രാഗം പാടിക്കഴിഞ്ഞാൽ ഇംപ്രവൈസേഷൻസ് നമുക്ക് ഓൾമോസ്റ്റ് സെയിം ഒക്കെ ആയിട്ട് വരും ഒരു പാട്ടുകാരൻ പാടുമ്പോഴത്തേക്കും. പക്ഷെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് പാടുന്നത്. അതെങ്ങനെയാണോ എന്തോ, അതൊക്കെ ദൈവമേ ആ ആത്മാവിന് അല്ലേ. ദീപു, എനിക്ക് ഡയറക്റ്റ് വളരെ ക്ലോസ് ആയിട്ട് അധികം ഇടപെടാൻ പറ്റിയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് കുറച്ച് നാളുകൾ അദ്ദേഹമായിട്ട് പരിചയപ്പെടലും, ആദ്യം പരിചയപ്പെട്ടത് തന്നെ ഒരു ഫോൺ കോൾ വഴിയായിരുന്നു. പിന്നെ ആ ഫോൺ കോളിൽ എന്താ പറഞ്ഞത്, ഒരു ടൈമിംഗ് മാറിപ്പോയ ഒരു പരിചയപ്പെടലായിരുന്നു. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന് എന്നെ വലിയ ഇഷ്ടമാണ്. കാരണം അദ്ദേഹം ആരാന്ന് അറിയാതെ ആദ്യം ഞാൻ സംസാരിച്ചതും അദ്ദേഹം ആരാന്ന് തിരിച്ചറിഞ്ഞപ്പം ഞാൻ ഉടനെ തന്നെ ഫ്ലൈറ്റ് പിടിച്ച് പോയി കാലിൽ വീഴും എന്ന് പറഞ്ഞൊരു അവസ്ഥയിൽ എത്തിയിരുന്നു. അപ്പം അദ്ദേഹത്തിന് അത് വളരെ ഒരു ഹ്യൂമറായിട്ട് തോന്നി. അദ്ദേഹം പറഞ്ഞു, ഇല്ലടാ എനിക്ക് മനസ്സിലായി, നിനക്ക് ആളാരാന്ന് അറിയാഞ്ഞിട്ടാണ്, എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് വിളിച്ചത് എന്നൊക്കെ പറഞ്ഞ് വളരെ ക്ലോസ് ആയി. പിന്നെ ഞാൻ അദ്ദേഹം ഹോസ്പിറ്റലൊക്കെ ഉള്ള സമയത്തൊക്കെ ഞാൻ പോയി കണ്ടിരുന്നു. അപ്പം എന്തായാലും എനിക്കും വളരെയധികം, എനിക്ക് ഏറ്റവും ഞാൻ ആദ്യം രാധാകൃഷ്ണൻ സാറിൻ്റെ പാട്ട് കേൾക്കുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് ഘനശ്യാമ സന്ധ്യ എന്നുള്ളൊരു പാട്ട്. അത് കേൾക്കാൻ ഞാൻ ആദ്യം തെറ്റിദ്ധരിച്ചു, സിനിമ പാട്ടാന്ന് വിചാരിച്ചു. കാരണം സിനിമാ പാട്ടുകൾക്ക് ഉള്ളതിനേക്കാളും പോപ്പുലാരിറ്റി ആയിരുന്നു അദ്ദേഹത്തിന്റെ ലൈറ്റ് ശരിക്കും മ്യൂസിക്. സിനിമയ്ക്ക് വേണ്ടി ചെയ്തതാണ്. കവാലൻ സാറും MGR കൂടെ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ട് അത് അവര് ഡ്രോപ്പ് ചെയ്തപ്പോഴത്തേക്ക് എങ്കിൽ ലളിത ഗാനമാക്കിയത്. ഓക്കെ, പക്ഷെ അത് സിനിമാ പാട്ടുകളെക്കാളും പോപ്പുലർ ആണ് ലളിത ഗാനം. ദാസേട്ടനാ പാടി. ആ പാട്ട് എടുത്തു കഴിഞ്ഞാൽ ഗ്യാരണ്ടി ഫസ്റ്റ് ആണ്, മര്യാദക്ക് അതൊരാൾ പാടിയാലോ ഒരു മത്സരത്തിന് എന്നായിരുന്നു അത് അറിയപ്പെട്ടത്. ആ പാട്ട് മര്യാദക്ക് പാടിയ ഗ്യാരണ്ടിയാണ്. അത്തരം സ്റ്റഫ് ആ പാട്ടിന്റെ അകത്ത് തന്നെ ഉണ്ട്. വരികളോ അതെ, നീരാഞ്ജന സമരുചിരം, ഭയങ്കര ഡെപ്തുള്ള വരികൾ. അതെ അതെ അതെ. അപ്പൊ എന്തായാലും വളരെ വളരെ സന്തോഷം എനിക്ക് ഇന്നത്തെ ഒരു ദിവസം തന്നെ ശ്രീകുട്ടൻ ചേട്ടൻ തിരിച്ചു വന്നതില്. കാരണം ഞാൻ ശ്രീകുട്ടൻ ചേട്ടനെ വിളിക്കുമ്പോഴൊക്കെ ശ്രീകുട്ടൻ ചേട്ടൻ വരാം വരാം, അപ്പൊ ഞാൻ പറഞ്ഞ കറക്കൊക്കെ നിർത്ത് വാ എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പൊ എന്തായാലും സന്തോഷമായി. നമ്മളിപ്പോ ഇതിലേക്ക് കേൾക്കത്തില്ലേ, എ സ്മാൾ ബ്രേക്ക്, ഒരു ചായ അതുപോലെ പോയതാ അല്ലേ. എനിക്കും രാധാകൃഷ്ണേട്ടനുമായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു. എനിക്ക് കുറച്ച് പ്രൊജക്റ്റുകൾ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അവസാനം ഞാൻ പാടിയത് ഒരു ലളിതഗാനമാണ്, ഒരു ആൽബം സോങ്. അത് പഴകിയ രാഗത്തിൽ പാടുന്നു ഞാനീ എന്ന് തുടങ്ങുന്നൊരു പാട്ട്. പഴകിയ രാഗത്തിൽ പാടുന്നു ഞാനീ അങ്ങനെ തുടങ്ങുന്നൊരു പാട്ടാണ്. അത് ദീപു കരുണാകരൻ ആണ് ഡയറക്റ്റ് ചെയ്തത് ആൽബം. ഞാനും ലക്ഷ്മി ഗോപാൽ സ്വാമി കൂടിയാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പം അതാണ് ഞാൻ രാധാകൃഷ്ണേട്ടനുമായിട്ട് അവസാനമായിട്ട് കൂടിയ ഒരു വർക്ക്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് രാധാകൃഷ്ണൻ വീട്ടിലേക്ക് വിളിക്കാറുണ്ട്. ഞാൻ ഇവിടെ ചെന്നിട്ടുണ്ട്. ഞാൻ രാധാകൃഷ്ണേട്ടൻ്റെ പിറന്നാളിന് ഇതുപോലെ ഇപ്പോൾ ശ്രീകുട്ടൻ ചേട്ടനിട്ടിരിക്കുന്ന പോലത്തെ ഒരു ജുബ്ബ ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് ജുബ്ബയാണല്ലോ രാധാകൃഷ്ണേട്ടൻ ഇടുന്നത്. ദാസേട്ടനും ഇതേപോലെ തന്നെ അതെ സെയിം. അപ്പോൾ ദാസേട്ടന് ഇതുപോലെ തന്നെ ജുബ്ബയാണ് പലപ്പോഴും ഇടാറുള്ളത്. ഞാൻ രാധാകൃഷ്ണേട്ടന് വേണ്ടി കൊണ്ടു കൊടുത്തു. വളരെ സന്തോഷമായി. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോഴാണ് തിരനുരയും എന്നുള്ള പാട്ട് ദാസേട്ടൻ പാടിക്കഴിഞ്ഞ സമയം. എന്നിട്ട് എടാ മധു, ദാസ് ഒറ്റ ടേക്കിൽ പാടി പാട്ടുണ്ട്, ഞാൻ ഇപ്പൊ കേൾപ്പിച്ചു തരാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ആ വീടിന്റെ തട്ടുമുകൾ, അതായത് മുകളിലത്തെ നിലയിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തി എന്നെ ഈ പാട്ട് ദാസേട്ടൻ പാടി കേൾപ്പിച്ചു തരാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു നല്ല നല്ല മുഹൂർത്തങ്ങൾ എനിക്ക് രാധാകൃഷ്ണേട്ടനായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ശ്രീകുട്ടൻ ചേട്ടൻ പറഞ്ഞ പോലെ ലെജൻഡ് എന്നല്ല, അതിനപ്പുറത്തേക്ക് ഒരു വാക്കുണ്ടെങ്കിൽ അതും തികയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വിളിക്കാൻ. അത്രയ്ക്കും ഒരു വെർസറ്റൈൽ ലെജൻഡ് ആണ് രാധാകൃഷ്ണേട്ടൻ. എന്തായാലും ഈ ദിവസം തന്നെ ശ്രീകുട്ടൻ ചേട്ടൻ വീണ്ടും ഇവിടെ വന്നതിൽ സന്തോഷം. താങ്ക് യു. അതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം ഞാൻ കണ്ടുപിടിച്ചു. ഒരു അച്ഛനും മോളൊക്കെ പെട്ടെന്ന് മുളച്ചു വന്നു. അച്ഛനും മോളെയൊക്കെ ഞാൻ ഇപ്പൊ പൂട്ടും. മോളെവിടെ? മോളെ മക്കളെ ഓടി വാ. ഇതെന്ത് പറ്റി? എന്താ അല്ല, ഒരു ഉടുപ്പിന്റെ മേളില് വേറെന്തോ. അതെവിടത്തെ ബാഡ്ജാണോ? അല്ല, എന്തോ ഒരു സാധനം ഇങ്ങനെ ചാടി കയറി അള്ളി പിടിച്ചിരിക്കുന്നു. അല്ല, പ്രോഗ്രാമിനൊക്കെ വെക്കുന്ന ഒരു ബാഡ്ജ് ഇല്ലേ? അല്ല, അത് ഇവിടെ അല്ല കുത്തതല്ല, ഇത് ഡിസൈൻ. അതിന്റെ സത്യാവസ്ഥ ഞാൻ അറിഞ്ഞത് അതേ കോസ്റ്റ്യൂമർ എന്റെ റൂമിൽ പ്രസംഗിന് വന്നിരുന്നു. എന്റെ പാന്റെ അവരെന്നെ പ്രസ് ചെയ്യുന്നത്. നിങ്ങളുടെ പാന്റ് വെച്ച് പിടിപ്പിച്ച? ഇല്ല. അപ്പൊ അവര് എന്റെ അടുത്ത് വന്നപ്പോ പറഞ്ഞു, സാർ ഇത് ഞാൻ വളരെ ഇപ്പം മൊത്തം ടെൻഷനിലാണ്. മീനുവിന്റെ ഉടുപ്പ് ഇപ്പം പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു ഇങ്ങനെ ഈ വയറിന്റെ ഏറിയലായിട്ടൊരു തുള വന്നുപോയി. അപ്പൊ അവര് തൽക്കാലം വേറെ അടയ്ക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലുമൊക്കെ തപ്പി നടപ്പുണ്ടായിരുന്നു. ദീപു, എനിക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. എന്റെ മോള് സുന്ദരി കുട്ടിയാണ്, എന്തോ ചേരും. കണ്ടോ ഇപ്പൊ ആ പൂവിന് പോലും പ്രത്യേക ഭംഗി വന്ന വളരെ കാര്യം പറയട്ടെ, ആ മോളൊക്കെ പോയി. ഇപ്പൊ ആരാ ഐറ്റോന്നറിയോ? അയ്യോ അല്ല,
ഞാൻ ഫോട്ടോസ് കാണാറുണ്ടോ ഇൻസ്റ്റാഗ്രാമില്? ആ ചിലതൊക്കെ കാണാറുണ്ട്. അതിനെന്താ കുഴപ്പം? നീ ചിലതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പാടത്ത് പോയിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു തെറ്റാണോ? ഞാൻ ചോദിച്ചോട്ടെ, ഈ പാടത്ത് പാടവരമ്പിൽ എപ്പം നോക്കിയാലും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക, എന്താ? അത് തെറ്റാണോ? അതായത് പാടം ഞാൻ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നു. വരമ്പ്, വെള്ളമില്ല. ദീപു അതൊരു തെറ്റാണ്. അതെ, അതൊരു തെറ്റല്ല, പക്ഷെ അതൊരു ഒരു ദിവസം 4 പ്രാവശ്യം ഇട്ടാ തെറ്റ് തന്നെയാണ് അല്ലേ? വേറൊന്നും പറയണ്ട. എന്റെ മോള് ചുന്ദരിയാണോ അല്ലയോ? യെസ് ഓർ നോ? അത് സംഭവിച്ചു. ഞാനേ കാണുള്ളൂ ഇവിടെ. പറഞ്ഞു. എന്ത് ചെയ്താലും, എന്ത് കോംപ്രമൈസ് ചെയ്താലും ഒരു മിനിമം ഭംഗി നമ്മുടെ മീനക്കുട്ടിക്കുണ്ട്. അതായത് ഇപ്പൊ തലയിലേക്കുന്ന പൂ വരെ എടുത്ത് ഡ്രസ്സ് പോലെ പിടിപ്പിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് സ്റ്റൈലായി മാറി. മീനു അല്ലേ? മീനുകുട്ടി, അതെ, എന്താ മിനിമം ഭംഗിന്ന്. അതാണ് ഞാൻ ചോദിക്കാൻ. അല്ല, മിനിമം ഭംഗി, മിനിമം ഭംഗിന്ന് അങ്ങനെ ആരെങ്കിലും പറയോ? സുന്ദരിയോട് സുന്ദരിയാണ്. സുന്ദരി കണ്ണാലൊരു ഇങ്ങനൊക്കെ പാടും ഞാൻ. പാട്. പിന്നെന്താ നിയമങ്ങൾ അങ്ങനെ പറഞ്ഞേ? എങ്ങനെ മിനിമം ഭംഗിയുള്ളൂന്ന്. ഞാൻ പറഞ്ഞ ഒരു മേക്കപ്പ് പോലും ചെയ്തില്ലെങ്കിൽ മിനിമം ഭംഗി ഗ്യാരണ്ടീഡ് ആണ് എന്ന്. ചില ആൾക്കാരില്ലേ മേക്കപ്പ് ഒക്കെ ചെയ്താലേ എന്തെങ്കിലും ഇപ്പൊ മനസ്സിലായി, ഇപ്പൊ കാര്യം മനസ്സിലായ. മിനിമം ഭംഗിന്ന് മേക്കപ്പ് കാരണം കൊണ്ടാണ് മാക്സിമം ഭംഗിയിലേക്ക് ആക്കണതെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞു. ഞാനേ കാണുള്ളൂ ഇവിടെ. അറിയാം, എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞത്. അച്ഛനൊന്നും പറയാനില്ലേ? എന്ത് പറയാൻ? അച്ഛൻ ഇനി കാണാൻ പോണേ. ചേട്ടൻ ഇനി കേൾക്കാൻ പോണേ ഉള്ളൂ. എനിക്ക് പുതിയ സ്ഥാനം കിട്ടി അച്ഛൻ വന്നപ്പോ. അളിയൻ. അളിയനോ? അയ്യേ, രണ്ടളിയന്മാരെ. അല്ലല്ല, ഞാൻ അമ്മാവൻ. അമ്മാവനും മൂത്തമ്മ. ഞാൻ മുത്തശ്ശനാ. വേണമെങ്കിൽ വേണമെങ്കിലേ. വെൽക്കം ടു കോൺഫിഡന്റ് ഗുഡ് പ്രസൻസ് ഈ മാസ്റ്റർ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗേഴ്സ്. മായിക സംഗീതത്തിന്റെ മനോഹര വിരുന്നൊരുക്കാൻ നമ്മുടെ സ്വന്തം നിമക്കുട്ടി എത്തുന്നു. വെൽക്കം നീ മാതാജി. ഞാൻ പാടാൻ പോകുന്നത് ആ പാട്ടാണ്. മനുവങ്കിൾ എന്ന പടത്തിലത്തെ പാട്ടാണ്. പിന്നെ ഈ പാട്ടിന്റെ മ്യൂസിക് ഡയറക്ടർ ശ്യാം സാറാണ്. ലിറിക്സിസ്റ്റ് ഷിബു ചക്രവർത്തി സാറാണ്. പിന്നെ പാടിയത് എല്ലാവർക്കും അറിയാലോ, നമ്മളെ സ്വന്തം ചിത്രാമ്മയാണ് പാടിയത്. പിന്നെ ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നത് എൻ്റെ ഉമ്മയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ പാട്ട്. അപ്പോൾ ഞാൻ നന്നായി പോയി പാടിത്തരാം. ചേച്ചി നിമക്കുട്ടി, എന്താ എന്ത് മാറ്റങ്ങളാണിത്! ഈ മുടിയിൽ മാത്രം തന്നെ ഉണ്ട് ഒരു 20 മാറ്റം. ഓരോ പ്രാവശ്യം വരുമ്പോഴത്തേക്കും ഒരു 10 മാറ്റങ്ങൾ വെച്ച് കൊണ്ടുവരും. അറിയാമല്ലേ? പിന്നെ അതായത് ഈ ശരീരം എങ്ങനെ വേണേ വളയും. ആ ചിരി മാത്രം മതിയല്ലോ. ആ ചിരിക്ക് നമ്മൾ 10ൽ 100 മാർക്ക് കൊടുക്കണം. അതുപോലെ ചിരിക്കുമ്പോ ആ ചിരി പൂർത്തിയായിട്ടാണ്, അത് ബ്ലോസം ചെയ്താണ് വരണത്. അത് ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അതാണ് ഇന്നസെൻസിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഏത് പാട്ട്? മേലെ വീട്ടിലെ വെണ്ണിലാവ്. അതെവിടെയാണ് ആ വീട്? അത് എന്റെ വീടിന്റെ മുകളിലുള്ള വീട്. ആണോ? അപ്പൊ അവിടെ വെണ്ണിലാവ് എന്ന് പറയുന്നത് എന്താ? അത് നല്ലൊരു ആകാശം ഉണ്ട്, അതിനെ വെണ്ണിലാവ്. ആകാശം എന്ന് പറയുന്നതാണോ വെണ്ണിലാവ്? അല്ല, എനിക്കറിയില്ല. നിലാവ് എന്ന് പറഞ്ഞത്? മൂൺ മൂൺ മൂൺ. ആ, മൂൺ എന്ന് പറയണ എന്താണ്? ചന്ദ്രൻ. മൂൺ ലൈറ്റ് എന്താ? ചന്ദ്രൻ ലൈറ്റ്. അത് തന്നെ, അതിനാണ് നിലാവ് എന്ന് പറയുന്നത്. നീ ശ്രദ്ധിക്കണം കേട്ടോ. രാത്രിയൊക്കെ ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ ചന്ദ്രന്റെ പ്രഭ ഇങ്ങനെ പടർന്നിരിക്കുമ്പോ പൗർണമി ദിവസമൊക്കെ അതറിയാമോ? പൗർണമി ദിവസം അറിയാമോ? മോളെ ഇറങ്ങി നിക്കല്ലേ, യക്ഷി വരും. പിന്നെ പൗർണമി ദിവസം വെള്ളിൽ ഇറങ്ങി നിന്ന് നോക്ക്. അല്ലെങ്കിൽ മിനിമം മീനൂട്ടിയെങ്കിലും വരും. അല്ല, അങ്ങനെ അച്ഛൻ പറഞ്ഞില്ല കേട്ടോ, ഞാൻ പറഞ്ഞു. കണ്ടിട്ടില്ലേ? പിന്നെ അങ്ങോട്ട് നോക്ക്. പിന്നെ നിമാസ്, എന്തോ എപ്പോഴും ഒരു ആർട്ടിസ്റ്റ് ഈ നേച്ചറിനെ ഒബ്സർവ് ചെയ്യും. നേച്ചറിന്ന് ആ ഒരു ആർട്ടുമായിട്ട് ഒരുപാട് ബന്ധം ഉണ്ടാവും പല രീതിയിൽ. ഇപ്പൊ അങ്കിൾ പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവുണ്ടാവില്ല, പക്ഷെ നമ്മൾ അതിലോട്ട് ഉള്ളിലേക്ക് പോകുമ്പോൾ എല്ലാം നമ്മൾ ശരിക്കും അനുഭവിക്കണം. അവൾ അനുഭവിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ബിരിയാണി, ഫ്രൈഡ് റൈസ് അല്ലേ? പിന്നെ ശ്രീകുട്ടി ചേട്ടാ, നമ്മുടെ നിമക്കുട്ടിയെ ഇപ്പൊ കണ്ടിട്ട് മുടിയുടെ സ്റ്റൈല് വ്യത്യാസം മാത്രമേ തോന്നിയുള്ളൂ. ശ്രീകുട്ടൻ ചേട്ടൻ നീളം കൂടുതലും നീളം വെച്ചു. തുടങ്കലാമ ഡ്രസ് കളിക്കണ്ടാ.
റെഡി സൈലൻസ് ഫ്ലോ റെഡി ടേക്ക് നിമ്മക്കുട്ടി ടേക്ക് നന്നായി പാടൂ കേട്ടോ ഓക്കെ ഓൾ ദി ബെസ്റ്റ് റെഡി ടേക്ക് സൈലൻസ് സൂഷ് റെഡി ആക്ഷൻ മ്യൂസിക് പ്ലീസ് നീമ എന്തോ നീമ നീമ മണി മണി നീമ മാനി നീമ പ പഠിക്ക് നിസ നിസാരി നിസ നിസാരി സ സ സ സ സ സ സ സ നീമ നിമ രി നി സ സ സ സ രി നി സ സ സ സ നീമ നീരി നിമ നിരി
സ സ സ സ. സ സ സ സ. അതാണ് ഈ പാട്ട്. ടടങ് ടടങ് ടങ് ടടങ് ടടങ്. ഇത്രേ ഉള്ളൂ. നന്നായിട്ട് പാടി വേണേ. താങ്ക് യു സർ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അബുദാബിക്കാരിയല്ലേ. അബുദാബിയിൽ വളർന്നൊരു കുട്ടി ഇത്ര എന്താണ് കഴുത്തിലിട്ടൊരു പതക്കമൊന്നൊക്കെ പറഞ്ഞ് നല്ല എന്താണ് ഇടിച്ച് നിന്ന് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കയ്യടി. താങ്ക് യു സർ. അതുപോലെ തന്നെ മേഘത്തിൽ പല സ്ഥലങ്ങളും ഇടയ്ക്കൊന്ന് ഉഴപ്പുന്നുണ്ട്. ഓരത്തൊന്നു രാവിൽ തോണി കളിച്ചൊരു നേരം എന്ന് പറയുമ്പോൾ ആ എക്സ്പ്രഷൻ ഒന്ന് കാണിച്ചു. രാവിൽ തോണി കളിച്ചൊരു നേരം. അത് അല്ലേ, അപ്പോഴാണ് ആ ഒരു നേരത്തിനൊരു കൊഞ്ചല് വരുന്നത്. അവിടെയൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. താങ്ക് യു സർ. ടോട്ടലി ഇറ്റ് വാസ് ഗുഡ്. മോശമൊന്നുമല്ല, നല്ല രസമായിട്ട് പാടി. സംഗതികളൊക്കെ കൊള്ളാം. അക്ഷരസ്ഫുടത ഉണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ മാത്രം ഓരത്തൊന്നു എന്നുള്ള സംഭവങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ അല്ലേ. കൊച്ചുകുട്ടിയല്ലേ. നല്ലൊരു പാക്കേജ്, നല്ലൊരു പാട്ട് കേൾക്കാൻ നമ്മുടെ പ്രേക്ഷകർ കഴിഞ്ഞു. സന്തോഷം. താങ്ക് യു സർ. രണ്ട് ചുന്ദരി കുട്ടികൾക്ക് അവരുടെ പേരിൽ തന്നെ വളരെയധികം മ്യൂസിക് ഉണ്ട്. മീനു മീനു, നിമ നിമ അല്ലേ. അപ്പൊ മീനുവിനെ നമ്മൾ മ്യൂസിക്കലി എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? മീനു മാനി. ആ അപ്പൊ നീ മാ നിമ. അപ്പൊ മീനു നിമ മീനു. എങ്ങനെയുണ്ട്? കണ്ടുപിടുത്തം. വാ അല്ലേ. പക്ഷെ മീനുവിന്റെ ശരിക്കുള്ള പേര് മീനു എന്നല്ല. അച്ഛനെ അറിയോ ശരിക്കുള്ള പേരെന്താണോ? മീനാക്ഷി. ഒരച്ഛൻ വന്നിരിക്കുന്നു. പറ പേര് പറ ആദ്യം മോളുടെ. ഞാൻ ഇതാണല്ലോ പേരിട്ടത്, മീനാക്ഷി. അതാണ് അല്ലേ? അച്ഛൻ പറ, അച്ഛൻ കേക്കട്ടെ. ഏലും അല്ലേ? പറ അച്ഛാ. പോയി. ഞാൻ അനുനയിപ്പിക്കണോ ഇനി? വേണ്ട വേണ്ട വേണ്ട, നമുക്ക് ഒരു ക്ലൂ വേണമെങ്കിൽ തരാം. ഇടയിൽ കയറി ഞാൻ വിചാരിച്ചു പറയുന്ന പേര്. അച്ഛ പറ അച്ഛാ. എനിക്ക് പിടികിട്ടുന്നില്ല. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ അങ്ങനല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ പേര് മാറ്റാൻ പറഞ്ഞു കേട്ടാ. അങ്ങനെയാണെങ്കിൽ പേര് ഞാൻ അച്ഛൻ, ഇത് മുത്തച്ഛൻ. അനുനയിപ്പിക്കുന്ന ആളല്ലേ? പേര് പറ. അനുനയ. ഓ ഇപ്പഴാ പിടി കിട്ടിയത്. അദൃശ്യ ശക്തികളുടെ വിളയാട്ടം. അതെ. ആദ്യത്തെ ലൈന് കുറച്ചുകൂടി ഒപ്പണായി പാടാമോ? ഓക്കേ പാടിക്കോളൂ. വീട്ടിലേന്ന് പാടുമ്പോ കംപ്രസ് ചെയ്യുന്നുണ്ട്. അത് വേണ്ട, ഓപ്പൺ ആക്കി. കംപ്രഷൻ വേണ്ട, നമ്മുടെ വോയിസ് കംപ്രസ് ചെയ്യണ്ട, ഓപ്പൺ ആക്കി പാടണം. അത് പാടി നോക്കിയാൽ മതി. കംപ്രസ് ചെയ്യാതെ എങ്ങനെ ഇംപ്രസ് ചെയ്യുന്ന ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അതാണ് എനിക്ക് വയ്യ. ഇംപ്രസ് ചെയ്യണമെങ്കിൽ കംപ്രസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ രണ്ടുപേരും എന്നെ ഡിപ്രസ് ചെയ്യല്ലേ? ദീപുവിനെ ഡിപ്രസ് അല്ല, ഒപ്രസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഓപ്പറേഷൻ കംപ്രഷൻ ഒന്നും വേണ്ട, ഇംപ്രസ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഒരു ലൈൻ. ആ കോറിയോഗ്രഫി നന്നായിരുന്നല്ലോ. എനിക്ക് മനസ്സിലായി. എന്തെന്നറിയാം, അതിന്റെ വലിയ പ്രത്യേകതയാണ്. ഒന്ന് ഇങ്ങനെ ഇങ്ങനെ, പിന്നെ ഇങ്ങനെ ഇങ്ങനെ അല്ലേ? അത് പാടിപ്പോ ഒരു ഫ്ലോയില്. അതാ, അയ്യോ അതാണ് പാടിയപ്പോ ഒരു ഫ്ലോയിലൊക്കെ വന്നു പോയതാ. ഓക്കെ, ഇനി മാണിക്യമുത്തുള്ള മാലയും ശ്രുതിയായിരുന്നില്ല. മാണിക്യമുത്തുള്ള മാലയും. ഓക്കെ ഓക്കെ, അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ പറഞ്ഞ എന്താണ് അർത്ഥം? അതായത് കുറച്ചും കൂടെ കൺസിസ്റ്റന്റ് ആയിട്ട് പാടിയാൽ നമുക്ക് കുറച്ചും കൂടെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിമയ്ക്ക് അത് ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റും. ബിക്കോസ് യു ഹാവ് ദ ടാലന്റ്. താങ്ക് യു സർ. കേട്ടോ നിമക്കുട്ടി, എന്തോ ഇപ്പോ നിമക്കുട്ടിയുടെ ഒരു നല്ലൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിമക്കുട്ടിക്ക് തന്നെ സ്വയം ഒരു തെറ്റ് പറ്റുമ്പം തിരിച്ചറിയുന്നുണ്ട്. തിരിച്ചറിയുക എന്ന് പറയുന്നത് വലിയൊരു ക്വാളിറ്റിയാണ്. മോളുടെ കാര്യത്തിൽ സാറ് പറയുന്നതിന് മുമ്പേ തന്നെ മോൾക്ക് സ്വയമായിട്ട് അറിയാം. അത് ഇനി ഒരു കുറച്ച് കെയർ എടുത്താൽ മതി. കാരണം ഇപ്പം ഞാൻ എഴുതി വെച്ച ഗുഡ് പോയിന്റ്സ് പറയണമെങ്കിൽ എക്സ്പ്രഷൻസ്, മോള് പാട്ടിൽ ഇടുന്ന, ഞാൻ പറഞ്ഞ ഫേഷ്യൽ എക്സ്പ്രഷൻസ് അല്ല, ഓഡിബിൾ എക്സ്പ്രഷൻസ് ഇല്ലേ, പാട്ടിന് വേണ്ടുന്ന ഭാവം, ഓരോ ലിറിക്ക് നോക്കിയിട്ട് അതെല്ലാം മോള് ശരിക്കും ഇമോട്ട് ചെയ്യാൻ മോൾക്ക് കഴിവുണ്ട്. ലൗഡായിട്ട് വേണ്ടുന്ന സ്ഥലത്ത് ലൗഡായിട്ടുണ്ട്. പെപ്പി സിംഗിങ്, സോഫ്റ്റ്, ഇതിൽ തന്നെ ഡൈനാമിക്സ് വരുന്ന ചില ലൈൻസ് മോള് വളരെ സോഫ്റ്റായിട്ട് പാടി. അപ്പം ഇതെല്ലാം നല്ലതാണ്. പക്ഷേ ഇതെല്ലാം ഈ പോസിറ്റീവ്സ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മോള് കുറച്ചും കൂടിയും ശ്രുതി ശ്രദ്ധിക്കണം. ആ ശ്രുതിയും ഈ എക്സ്പ്രഷൻസും എല്ലാം കൂടി ചേർന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരാ വേറെ ലെവലിലേക്ക് എത്തും. അപ്പം അതുകൊണ്ട്
അത് മാത്രം മോള് ശ്രദ്ധിക്കുക. എനിക്ക് തോന്നുന്നു എക്സ്പ്രഷൻസും കാര്യങ്ങളെല്ലാം മോളുടെ കയ്യിലുള്ള സ്ഥിതിക്ക് വലിയൊരു ടാസ്ക് ഒന്നുമല്ല. യു ക്യാൻ ഡു ഇറ്റ്. ഇപ്പം എല്ലാവർക്കും അറിയുന്ന പാട്ടായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. നിമക്കുട്ടി എന്താ നല്ല സെലക്ഷനാണ്. മോൾക്ക് പറ്റിയ പാട്ടാണ് മോള് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നത്. എനിക്ക് തോന്നുന്നു ഈ നിമക്കുട്ടി വളരെ ഒതുങ്ങിയ സ്വഭാവമുള്ള ആളാണോ? എവിടെ ആണോ? സംസാരത്തിന് എങ്ങനെ തോന്നും? എനിക്ക് സ്വന്തം മനസ്സിലാവില്ല, പക്ഷെ എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട്. ആണല്ലേ? ഞങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒതുങ്ങിയ സ്വഭാവമാണെന്ന്. ചിരിയ സംസാരവും ഒതുങ്ങിയ അത് കണ്ട ചമ്മലും അതുപോലെ തന്നെയായിരുന്നു ഈ പാട്ടിലും കേട്ടാ. പാട്ടിലും വളരെ ഒതുങ്ങിപ്പോയി. ചില സ്ഥലങ്ങളൊക്കെ ഒരു കുറച്ചും കൂടി പ്രസൻസ് വേണമെന്ന് എനിക്ക് തോന്നി. ഇപ്പൊ ഫസ്റ്റ് ലൈനിൽ ഇപ്പോൾ MJ ഞങ്ങൾ പറഞ്ഞില്ലേ ഒരു പവർ വേണമെന്ന്, പിന്നെ പറഞ്ഞ പോലെ കുറച്ച് ശ്രുതി ചരണം എന്നൊക്കെ എനിക്ക് തോന്നി കേട്ടോ. പാട്ടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നന്നായിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഒന്നും കൂടി ഇത് കേൾക്കാൻ സുഖമായിരിക്കും. ഡാൻസും കാണാൻ നന്നായിരുന്നു കേട്ടോ. ആ ഒരു ഫ്ലോയിൽ വന്നതാണെങ്കിൽ കൂടി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എത്ര മാർക്ക് വേണം? ആഗ്രഹമുണ്ട്, പക്ഷേ സുരേഷ് ഏട്ടൻ സംസാരിക്കണ പോലെ. ഇതാണ് നിങ്ങളുടെ ട്യൂണിന്റെ ഹുക്ക് എന്ന് പറയുന്നത്. ഇതാണ് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കറിയില്ല. എത്ര കൊടുക്കണം മീനുട്ടി? ഇത്രയും നാളായിട്ട് ഇനി നിക്കല്ലേ വടി പോലെ. എത്ര ആയിരിക്കും ഞാൻ പറയാൻ പോണേ? 8.75. ഒരു 25 കുറച്ച്. 8.5. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും. കണ്ടല്ലോ മീനുട്ടി പാട്ട് പാടാൻ തുടങ്ങിയല്ലോ. ഞാൻ പാടി. അല്ല, അത് അച്ഛനൊന്ന് പാടിക്കോ. ശരിയല്ല, എന്റെ തൊണ്ട ശരിയല്ല. 1 2 3 4. തുമ്പിവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം. തുമ്പിവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം. മതിയില്ലേ? ഞാൻ പറഞ്ഞു. ഓക്കേ. വെരി സോറി. 8.5 മാർക്ക് കേട്ടോ. ഞാൻ ശ്രീമാറേട്ടനുമായിട്ട് വിയോജിക്കുന്നു കാര്യത്തിൽ. ഞാൻ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള മാർക്കാണ് തരാൻ പോകുന്നത്. 8.5. ദീപങ്ങൾ വിയോജിക്കുന്നുണ്ടോ? ഞാൻ ഇവര് രണ്ടുപേരുമായിട്ട് യോജിക്കുന്നില്ല, പക്ഷെ നമ്മൾ രണ്ടുപേരും യോജിക്കുന്നു. പക്ഷെ അവരുമായിട്ട് വിയോജിപ്പുണ്ട്. നമ്മുടെ മാർക്ക് പറഞ്ഞു കൊടുക്കണം. ഞാനും ദീപുവും ചേർന്ന് മോൾക്ക് തരുന്നു പൂർണ്ണ യോജിപ്പോടെ 8.5 ഔട്ട് ഓഫ് 10. എന്റെ ദൈവമേ, എത്ര നാള് ഞാൻ ഈ കോമഡി കേക്കണം. ഞങ്ങൾ എത്ര നാളായി ഈ കോമഡി കേട്ടിട്ട്. ഞാൻ എത്ര നാളായിട്ട് ഇനി ഈ കോമഡി ഞാൻ അടുക്കായി പോയി. അപ്പൊ എത്ര ടോട്ടല്? 25.5. 25.5 out of 30. അപ്പൊ 25.5 കിട്ടിയ നിമക്കുട്ടിക്ക് ജഡ്ജസ് പാനൽ ഫുൾ യോജിപ്പോടെ തരുന്നു. അനുബല്യം എന്താണ്? വരി താഴത്ത് വീണൊരു ചരണം എന്താണ്? മാണിക്യമുത്തുള്ള ആദ്യ ഒരു മാണിക്യൻ പൂക്കുറ്റി. താങ്ക് യു സർ. You are awarded a triple. Wow. Thank you sir. Oh, thank you. Okay. ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. ഓൺലൈൻ ക്ലാസിന്റെ ഡിഫിക്കൽട്ടീസ് ഓർത്ത് കൂട്ടുകാരും ഇനി പേടിക്കേണ്ട. നിങ്ങൾക്കായി ഇതാ ഈ മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ്. കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ക്ലാസുകൾ കൂട്ടുകാർക്ക് ഇനി പഠിക്കാം ഈ മാസ്റ്ററിലൂടെ. ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകരാണ് നിങ്ങൾക്കായി ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ഒരുക്കിയിരിക്കുന്നത്. 8ാം ക്ലാസ് മുതൽ സ്പെഷ്യൽ സിവിൽ സർവീസ് കോച്ചിംഗ് ക്ലാസുകളും ഇനി ഈ മാസ്റ്ററിൽ. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ഈ മാസ്റ്റർ. ഇനി എളുപ്പത്തിൽ പഠിക്കാം ഈ മാസ്റ്ററിലൂടെ. സ്വരസന്ധിയിൽ പൊന്നാദമായി കുഞ്ഞിളം പാട്ടുകൂട്ടിലെ വിസ്മയമായ മിടുക്കൻ പാട്ടുകാരൻ. വെൽക്കം ബെവൻ. മറന്നു നീ നിലാവിൽ നമ്മളാദ്യം
പാട്ടിൻ്റെ ലിറിക്സ് കേൾക്കുമ്പോഴേ അറിയാം നല്ല ജീവനുള്ള വരികളാണ്. ഈ പാട്ടിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് യൂസഫ് അലി കേച്ചേരി സാറാണ്. മ്യൂസിക് ബോംബെ രവി സാറ്, പാടിയിരിക്കുന്നത് ദാസ് സാറ്. നന്നായിട്ടൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി പാടിയിട്ട് വരാവേ. ബൈ. മിനുമിനുങ്ങണ കണ്ണിൽ കുഞ്ഞു മിന്നാമിന്നികളാണോ, തുടി തുടിക്കണ നെഞ്ചിൽ നല്ല തൂവാൽ മൈനകളാണോ, കുഞ്ഞച്ചോ കരിമീൻ എന്തോ സാർ കരിമീൻ കുഞ്ഞച്ചോ കുഞ്ഞച്ചോ കരിമീൻ സാറേ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇഷ്ടംപോലെ കരിമീനല്ലേ. കോട്ടയത്തല്ല, ആലപ്പുഴ. ഒരു കുഴപ്പമുണ്ട്, ഇവന്റെ നാട്ടിൽ എവിടെ? ചങ്ങനാശ്ശേരി. അവിടുത്തെ കരിമീനെല്ലാം വെളുത്തായിരിക്കും. അപ്പൊ വെളുമീൻ എന്നല്ലേ പേരുണ്ട്? അകത്ത് ഒളിച്ചിരിക്കുന്ന എലികളൊക്കെ പുറത്തിറങ്ങി വന്നു. ബസിംഗ. കാര്യം മനസ്സിലായോ? ഇല്ല ഇല്ല ഇല്ല, ഇനി പറയില്ല, ഇനി പറയില്ല. ഞങ്ങൾ നിർത്തി. ഈ സെറ്റിൽ ഒളിച്ചിരിക്കുന്ന എനിക്ക് പോലും സഹിച്ചില്ല ഇത് കേട്ടത്. അതാണ് പുറത്തിറങ്ങി വന്ന് ഇട്ടോണ്ട് പോടേതാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? നമ്മൾ പ്രതീക്ഷിക്കാത്തടത്തൊരു ഒരു ജോക്കിൽ ഒരു വിന്നർ ആവുക എന്ന് പറയില്ലേ? അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊരു ജോക്ക് പറഞ്ഞ എല്ലാരും ആയി എന്ന് പറയുമ്പോ ഈ ഒരു ജോക്കിന് ഈ സംഭവം ഇങ്ങനെ വരും. ഏത് ലാംഗ്വേജ് അത്? എത്യോപ്യൻ ഭാഷ അറിയോ? എത്യോപ്യൻ കേട്ടിട്ടില്ല. അപ്പൊ പിന്നെ അതിനെപ്പറ്റി ചോദിക്കാം. എത്യോപ്യൻ ഭാഷയിലേക്ക് ഇതുവരെ എത്തി നോക്കിയിട്ടില്ല. എനിക്കൊന്നുകൂടി കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതാ. ഇല്ല, ഇനി പറയത്തില്ല. മധു പറയത്തില്ല, മധു ഇനി എത്തി നോക്കത്തുമില്ല. അതെ. ശരി, പാടിക്കുമോനെ. താങ്ക് യു സാർ. റെഡി, സൈലൻസ്. ജഡ്ജസ് റെഡി? ബെൻകുട്ട ടേക്ക് പോവാണേ. ശ്രദ്ധിച്ച് പാടൂ കേട്ടോ. സുഷ് റെഡി, ടേക്ക് ആക്ഷൻ, മ്യൂസിക്. മറന്നു നീ നിലാവിൽ നമ്മളാദ്യം കണ്ടൊരാ രാത്രി.
അലക്കി ബാബു. താങ്ക് യു സാർ. എനിക്കൊന്നും വാക്കുകൾ വന്നില്ല. ബേബൂട്ടൻ ഒന്നും വന്നില്ല. ബാബു എന്ന് വന്നു. നന്നായിട്ട് പാടി. താങ്ക് യു സാർ. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് അങ്ങോട്ട് പോയി. ഇവിടെ യൂസഫ് അലി കേച്ചേരി സാറിന്റെ അടുത്തോട്ട് പോയി. ഒരു പ്രത്യേക പദങ്ങളാണ് അദ്ദേഹം യൂസ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഏത് സിനിമയിൽ എഴുതിയ പാട്ട് നോക്കിക്കഴിഞ്ഞാലും വളരെ വ്യത്യസ്തമായ പദങ്ങൾ. അതായത് പ്രിയ നിൻ ഹാസ കൗമുദിയിൽ, മനസ്സിലായില്ലേ? അത് എപ്പോഴും ഒരു വ്യത്യസ്തത വരുന്നിടത്താണ് ആൾക്കാർക്ക് ഇഷ്ടം. നല്ല സെലക്ഷൻ. പിന്നെ മോൻ പാടിയത് അടിപൊളിയായിരുന്നു. താങ്ക് യു സാർ. നല്ല പവർഫുൾ ആയിട്ട് പാടി. നല്ല രസമായിരുന്നു കേൾക്കാൻ, മനോഹരമായിരുന്നു. എരിഞ്ഞു മൂകവേദനയിൽ അവിടെ മാത്രം ഒരു ശക്കലം ശ്രുതി പോയോന്ന് എനിക്ക് തോന്നി. രണ്ടാമത് അപ്പൊ എല്ലാവർക്കും തോന്നിയോ? ഓഹോ, അപ്പൊ എനിക്കും തോന്നി, നിനക്കും തോന്നി, അപ്പൊ കേട്ടോണ്ടിരുന്നവർക്കും തോന്നി കാണും. എന്തായാലും വളരെ നന്നായിരുന്നു. ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കുകയും, മറന്നോ നീ നിലാവിൽ പാടിയില്ലേ? ചുമ്മാ അതൊന്ന് ഇംപ്രവൈസ് ചെയ്യാവോ? ഏതെങ്കിലും രീതിയിൽ ഒരു 2 or 3 ഇംപ്രവൈസേഷൻ. ഇത് ഇടയ്ക്കിടാം സംഗതി. മറന്നോ നീ, അത് മറന്നോ നീ നിലാവിൽ, മറന്നോ നീ നിലാവിൽ. ഇപ്പം ഇടയ്ക്ക് പാടിയത് ഗംഭീരം കേട്ടു. അതിൻ്റെ ഒരു വലിയ കേടിയായിരുന്നു. താങ്ക് യു സാർ. എന്ന് വെച്ച് നമ്മൾ പാട്ടിൽ നിന്ന് വിട്ടുപോകരുത്. ചുമ്മാ ഇതൊക്കെ ഒരു രസം. റഹ്മാൻ സാർ എന്നെ പാടിച്ച അങ്ങനെയായിരുന്നു ഒരു പാട്ട്. അതായത് എൻ ശ്വാസക്കാറ്റ് എന്നുള്ള പടത്തിലെ ആ പാട്ട് തന്നെ. എൻ ശ്വാസക്കാറ്റ്, എൻ ശ്വാസക്കാറ്റ് യാരടി. അടുത്ത ലൈന് ഇംപ്രവൈസ് ചെയ്യണം. മുതൽ മുതൽ വന്ന കാതൽ മയക്കം. സാർ പറഞ്ഞു പാടിക്കണം പറഞ്ഞു. ഞാൻ കുറേ പാടി. മുതൽ മുതൽ വന്ന കാതൽ മയക്കം. പിന്നെ എന്തൊക്കെയോ പാടി. അങ്ങനെ എല്ലാം പാടി കഴിഞ്ഞിട്ട് എനിക്ക് ഏതാ പാടിയെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ പിന്നെ CD ഇറങ്ങിയപ്പോഴാണ് അതിന്റെ യഥാർത്ഥമായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു വേർഷൻ വന്നത്. നീ നിനക്ക് ഭാവിയിൽ റഹ്മാൻ സാറിന്റെ പാട്ടൊക്കെ പാടേണ്ടി വരും. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സാർ. താങ്ക് യു സാർ. അസ്സലായിട്ടോ, അസ്സലായി. താങ്ക് യു സാർ. ഞാനിങ്ങനെ ലയിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ ലയിക്കാൻ പറ്റാത്ത ഒരിടം ഉണ്ടായിരുന്നു. അത് ഏതാണ്? കണ്ടൊരാ രാത്രി. അതില് രാത്രി എന്നുള്ളത് ഏറ്റവും അവസാനം വന്ന് നിന്നപ്പോൾ ആ സസ്റ്റൈനിൽ ഞാൻ പ്രതീക്ഷിച്ചു അവിടെയെങ്കിലും രാത്രിക്ക് ശ്രുതി ചേരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ വെരി എൻഡിലും ശ്രുതി ചേർന്നോ ഇല്ലയോ എന്നൊരു സംശയത്തിലാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ അത് പാടി വരുമ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് ആ രാത്രി കുറച്ച് ഷാർപ്പായി പോണേ? ഒന്ന് പാടി കേൾപ്പിക്കാമോ? മറന്നോ നീ നിലാവിൽ നമ്മളാദ്യം കണ്ടൊരാ രാത്രി. ഇപ്പോഴും കുറച്ച് ഷാർപ്പാണ്. കണ്ടൊരാ രാത്രി. അത്രയും സസ്റ്റെയിൻ ഇല്ല നമുക്ക്. അപ്പൊ അവിടെ കറക്റ്റായിട്ട് വരണം. അല്ലെങ്കിൽ രാത്രി ശ്രുതി ചേർന്നില്ലെങ്കിൽ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനു മുമ്പേ പാടിയ മറന്നോ അതിന്റെ ബ്യൂട്ടി അതെല്ലാം നമുക്ക് നഷ്ടപ്പെടും. കാരണം അവസാനം എന്താണോ വരുന്നത് അതാണ് അതിന് മുന്നേ ഉള്ള പോർഷന് വാല്യൂ കൊടുക്കുന്നത്. പിന്നെ ചില പോർഷൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർവായിട്ട് പാടി. പറയാതിരിക്കാൻ പറ്റുന്നില്ല. അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആട് ശരിയല്ല കേട്ടാ. പിന്നെ ബോംബെ രവി സാറിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പാട്ടും ഈണം കൊടുത്ത് ചെയ്തതല്ല. എല്ലാ പാട്ടും മലയാളത്തിൽ അദ്ദേഹം എഴുതി മേടിച്ചിട്ട് അത് ഇംഗ്ലീഷിൽ എഴുതിയെടുത്തിട്ട് അതിൻ്റെ ഓരോ അർത്ഥങ്ങളും മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇപ്പോൾ നീരാടുവാൻ നിലയിൽ നീരാടുവാൻ എത്ര പാട്ട്. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. എത്ര പാട്ടുകൾ. ഇതെല്ലാം അദ്ദേഹം മലയാളി അല്ലാഞ്ഞിട്ട് കൂടി മലയാളം മനസ്സിലാക്കി അതിന് സംഗീതം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലെ ഓരോ വരിക്കും അതുപോലെ കൊടുക്കണം. അതാണ് ചേട്ടൻ പറഞ്ഞില്ലേ പ്രിയേ നിൻ ഹാസ കൗമുദിയിൽ എന്ന് പറഞ്ഞില്ലേ. കൗമുദി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കേരളമതിയാ പത്രം. അതാണ് എൻ്റെ അർത്ഥം. അവന്റെ അടുത്ത് അങ്ങനെ കളിക്കണ്ട. ആരാ മോൻ? ബഹു ആണ്. ബഹു കൗമുദി എന്ന് പറഞ്ഞാൽ നിലാവെന്ന് അർത്ഥം. പറഞ്ഞ മനസ്സിലായോ?
കുമുദിനി എന്ന് പറഞ്ഞാൽ എന്താ? കുമുദിനി എന്ന് പറഞ്ഞാൽ ആമ്പൽ. ആമ്പൽ ആമ്പൽ കണ്ടിട്ടുണ്ടോ? ആമ്പൽ കേട്ടിട്ടുണ്ടോ? ആമ്പൽ കൂട്ടത്തിനാണ് കുമുദിനി എന്ന് പറയുന്നത്. ഇപ്പൊ കുമുദിനിയുടെ പതി എന്ന് പറയുന്നത് ചന്ദ്രനായിട്ടാണ് പറയുന്നത്. അപ്പൊ കൗമുദി എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ നിലാവ്. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഹാസ കൗമുദി എന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ ചിരി നിലാവിൽ എന്നർത്ഥം. അപ്പൊ ഞാൻ ഒരു ചെറിയൊരു ടാസ്ക് തരാം. ഇത് മീനൂട്ടിയോടാണ് പറയുന്നത്. മീനൂട്ടിയുടെ മുഖത്ത് എപ്പോഴും കണ്ടിട്ടില്ലേ? എന്റെ മോളുടെ മുഖത്ത് ഹാസ കൗമുദി കണ്ടിട്ടില്ലേ? ആ ചിരി നിലാവ് നോക്കി ഒന്ന് എക്സ്പ്രസീവ് ആയിട്ട് പഠിക്കും. മന്ദഹസിച്ചാ നോക്കട്ടെ മീനൂട്ടി. മോളെ ആ ചിരി നിലാവ് അങ്ങ് പരത്തിക്കേ. അതെ. അവനും പറ്റുന്നില്ലെന്ന് തോന്നുന്നു. അവന് ചിരിയുടെ നിലാവിന് അവൻ തന്നെ ചിരിക്കാതെ സ്വന്തം ചിരി വരും എന്നെ കണ്ടിട്ട്. അവനത് കണ്ടിട്ട് ഒരു കോമഡി ആയിട്ട് തോന്നിയോണ്ടല്ലേ അവൻ ചിരിച്ചത്. സ്വന്തം പുകഴ്ത്തും, എന്നിട്ട് അവിടെ നിന്ന് എടുത്ത് നിലത്തോട്ട് ഇടുകയും ചെയ്യും. വേണ്ട, നീ നേരെ നോക്കി പഠിക്കും. അപ്പോൾ എന്തായാലും ഗംഭീരമാണ്. നീ ഏത് പാടിയാലും ഗംഭീരമായിരിക്കും, അതെനിക്ക് നന്നായിട്ട് അറിയാം. യു ഹാവ് ദാറ്റ് മച്ച് ഓഫ് ടാലന്റ്, ദ ടാലന്റ് ഇൻ അബൻഡൻസ് എന്ന് പറയാം. അപ്പൊ അത് നന്നായിട്ട് നല്ല ബുദ്ധി ഉപയോഗിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. രാത്രിക്ക് ശ്രുതി ചേർക്കണം. ഓക്കെ, ഈ ദിവസം രാത്രി പോയി പാടി നോക്കൂ. ശ്രുതി ചേർന്നോ? എനിക്ക് മോൻ ഈ പാട്ട് പാടിയപ്പം ആദ്യം എനിക്ക് തിരിച്ചറിഞ്ഞൊരു കാര്യം, ഈ പാട്ടിന്റെ തന്നെ കൺസ്ട്രക്ഷനിൽ ഇത് ഫുള്ള് ഹൈ പിച്ചിലാണ് ഇത് കിടക്കുന്നത്. 1-2 സ്ഥലങ്ങളൊന്ന് താഴെ വന്ന് പോകുന്നേ ഉള്ളൂ. ആ റേഞ്ചിൽ ഇരുന്നുകൊണ്ട് ഇതൊരു കൺട്രോളിൽ പാടുക എന്ന് പറഞ്ഞാൽ അതിൽ അത്യാവശ്യം നല്ല ഒളിച്ചിരിക്കുന്ന സംഗതികൾ ഇതിൻ്റെ അകത്തുണ്ട് താനും. അത് ഒരു ലെജൻഡ് ഉണ്ടാക്കിയ, വേറൊരു ലെജൻഡ് പാടിയ, ഒരു ലെജൻഡ് എഴുതിയ ആ ഒരു കോമ്പിനേഷൻ മോനാൽ പറ്റാവുന്ന ഇത്രയെങ്കിലും പാടിയില്ലേ, അതിന് ഫസ്റ്റ് ഒരു വലിയൊരു കയ്യടി തരുന്നു. പിന്നെ എനിക്ക് വേറെ ഞാൻ വളരെയധികം ശരിക്കും പറഞ്ഞാൽ ഷോക്ക്ഡ് ഇൻ എ ഗുഡ് വേ എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട് ഞാനിങ്ങനെ സർപ്രൈസ് ആവല്ലേ, അത് മോനോട് ഇംപ്രൂവൈസ് ചെയ്യാൻ പറഞ്ഞപ്പം മോൻ അതിന് കൊടുത്ത ടച്ച് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഒരു കുട്ടിയുടെ അടുത്തുനിന്ന് അത്തരം ടച്ചസ് പ്രതീക്ഷിക്കില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന ടച്ചസ് അല്ലാതെ മോൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ വേറൊരു ആംഗിളിൽ നിന്നാണ് മോൻ ഇംപ്രൂവൈസ് ചെയ്തത്. അതിന് ഈ ചെറിയ പ്രായത്തിൽ ചെയ്തതിന് ഞങ്ങളൊരു സ്പെഷ്യൽ ക്ലാപ്സ് തരുന്നു. അപ്പൊ ഇനിയും ബി പ്രിപ്പയർ. ഓൾ ദി ബെസ്റ്റ്. അതിമനോഹരമായിട്ട് പാടി കേട്ടോ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ചെറിയൊരു പരിഭ്രമം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു പാടുമ്പോൾ. ചില സംഭവങ്ങളൊക്കെ പാടുമ്പോൾ ഒരു ചെറിയ വൈബ്രേഷൻ ഫീൽ ചെയ്തു. ഒരു പേടി കൊണ്ടുണ്ടാവും, ഒരു പരിഭ്രമം കൊണ്ടുണ്ടാവുന്ന ഒരു വേറെ ഫീൽ ചെയ്തു. ഇനിയും വരുമ്പോൾ കുറച്ചുകൂടി കോൺഫിഡൻസോട് കൂടി പാട്ട് പഠിച്ചിട്ട് നന്നായിട്ട് കോൺഫിഡൻസോട് കൂടി പാടും കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ബെവൻ. എന്നെ നോക്കി ചിരിച്ച ഞാൻ ചിരിക്കും, പക്ഷെ എന്നെ തള്ളിയിട്ട ചത്തു. കണ്ണാടി ശരണം. അപ്പൊ ബേവൻകുട്ട മോന് അങ്കിള് തരുന്നു 9.25. അങ്കിളിന് വളരെയധികം ആഗ്രഹമുണ്ട് ഒരു 9.5 തരണമെന്ന്. പക്ഷെ രാത്രി ശ്രുതി ചേർക്കാത്തത് കൊണ്ട് ഒരു 0.25 കുറച്ച് ചേട്ടനുമായിട്ട് എഗ്രിമെന്റിൽ ഇറ്റ് ഇസ് 9.25 ഔട്ട് ഓഫ് 10. നമ്മൾ തമ്മിൽ വലിയ എഗ്രിമെന്റ് ഒന്നും വെച്ചിട്ടൊന്നുമില്ല, പക്ഷേ 9.25 തന്നെയാണ്. 27.75. വെരി ഗുഡ്. You got 27.75 out of 30. 27.75 കിട്ടിയ ബെവൻകുട്ടന്റെ ജഡ്ജസ് പാനൽ തരുന്നു ആടി ഒരു ബെവൻ കോപ്പുക്കുറ്റി. Congratulations, you are awarded a triple wow. 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 Thank you. Tata. നിറതിങ്കളേ നറുപൈതലേ ഇനി എന്നുമെൻ പൊന്നുണ്ണിയല്ലേ, ഒളിമിന്നി നീ എന്നുള്ളിലാകെ, നിറനെഞ്ചമോ പുതുമഞ്ചമായി
ചമയുന്നിതാ വാത്സല്യമൂടെ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് ഇനി ഒറ്റ ക്ലിക്കിൽ സ്വന്തമാക്കാം. സൗത്ത് ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഡിജിറ്റൽ റീറ്റെയിൽ നെറ്റ്വർക്കായ മൈജിയുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റായ മൈജി ഡോട്ടിൽ നിന്നും നിങ്ങളുടെ ഫേവറേറ്റ് ഗാഡ്ജറ്റ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കാം. അതും മൈജി ഓൺലൈൻ ഒരുക്കിയിരിക്കുന്ന അടിപൊളി ഓഫറുകളോടൊപ്പം. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമായ മൈജി ആപ്പിലൂടെ പർച്ചേസ് ചെയ്യാം. ഇനി പോക്കറ്റ് കാലിയാക്കാതെ പുതുപുത്തൻ ഗാഡ്ജറ്റ്സ് വാങ്ങാം, അപ്ഡേറ്റ് ആയിരിക്കാം. വേറൊരു റേഞ്ച് ആണ് മൈജി. ജഡ്ജസ്, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? കോട്ടയം കുഞ്ഞച്ചൻ. ഓ, വെൽക്കം ബെവൻ ഓൺ സ്റ്റേജ്. മറന്നു നീ നിലാവിൽ നമ്മളാദ്യം കണ്ടൊരാ രാത്രി മറന്നു. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും ഇന്നത്തെ എപ്പിസോഡ് നല്ലോണം എൻജോയ് ചെയ്ത് കാണുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നാളെ നമ്മൾ വീണ്ടും ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് വരും. നമുക്ക് അപ്പൊ കാണാം. എല്ലാവർക്കും ടാറ്റാ, ബൈ, സീ യു.